എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം വിനീതേട്ടന്റെ കൂടെ ഒന്ന് സ്റ്റേജ് ഈ അടുത്ത് ജയറാമേട്ടന്റെ കൂടെ അശ്വന്ത് വിനീതേട്ടന്റെ സെയിം ടീമായി ഒന്ന് കാണിച്ചു എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ധ്യാനേട്ടനെ കണ്ടു. അപ്പൊ എന്തായാലും കാണാനുള്ള ഒരു ഭാഗ്യം. വിനീതേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഞങ്ങളുടെ മഹിയേട്ടൻ ഒന്ന് അത് എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയാറുണ്ട്. ഞങ്ങളുടെ ബർത്ത്ഡേ വരെ സെയിം വിനീതേട്ടൻ ഒന്ന് കാണിക്കോ. വിനീതേട്ടാ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഭയങ്കര ഹിറ്റായി നിക്കല്ലേ, എന്ത് തോന്നുന്നു ഇപ്പൊ? എന്ത് തോന്നാനുള്ളത്? കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സിനിമ ചെയ്യുന്നത്. അത് ഇത്ര വലിയൊരു വിജയമായി. പാർവതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാ ഇന്റർവ്യൂസും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ ഞാനും അനിയനെ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്ത് അല്ല, അനിയനെ വെച്ച അവന് വെച്ചൊരു സിനിമയാണോ ഭയങ്കര. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പാർവതിക്ക് നന്നായിട്ട് അറിയാം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അവൻ്റെ ട്രോളും അവൻ്റെ ഓരോ കമൻസൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം അവനെ വെച്ചൊരു സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമല്ലേ. എങ്ങനെയുണ്ടായി ധ്യാൻ ചേട്ടൻ്റെ പെർഫോമൻസ് ആ പ്രായമായിട്ടുള്ള ആളായിട്ട് ആയിട്ട് ചെയ്തപ്പോൾ? അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ ഒരു ഇൻ്റർവ്യൂവിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഏട്ടൻ്റെ സിനിമയാണ്, അതുകൊണ്ട് അവൻ ഓക്കെ ആയിട്ട് ചെയ്യുന്നുള്ളത്. അതാണ് നമ്മുടെ മിമിക്രിക്കാരുടെ ഒരു ഇതെന്ന് പറയണ അല്ലെ, ആ പിടിക്കുന്ന കുറെ സ്ലാങ്ങുകൾ ശ്രദ്ധിച്ചായിരുന്നു. ഏട്ടൻ ഏട്ടൻ എന്ന് പറയാം, പക്ഷെ പുള്ളി പിടിച്ച കണ്ടില്ലേ, അതൊക്കെയാണ് പെർഫെക്ഷൻ. മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലേ. അതല്ല, അവര് കണ്ണൂരായതുകൊണ്ട് തന്നെ വീടെന്നും എന്റെ ഏട്ടന്റെ സിനിമ അങ്ങനെ പറയും. അങ്ങനെ ഏട്ടെന്ന് പറയുള്ളൂ. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അതൊക്കെയാണ് നോട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. കൂടുതൽ നമുക്ക് അതായിട്ട് നിനക്ക് കടക്ക് വർക്ക് ആ ഒരു ഇത് പഠിക്കും. എനിക്ക് തോന്നുന്നേ ഇപ്പൊ തോന്നിയൊരു സംഭവമാണ്. ഞാൻ എംഫോടെക്കിന്റെ വോയിസിൽ ഇൻട്രോ എംഫോടെക് ഇങ്ങോട്ട് ക്യാമറ സൂം ചെയ്തു ഒന്നും മനസ്സിലാവില്ല ഇവരെ സംസാരിക്കുന്നത്. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും എംഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ഒക്കെ വിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പോകണം മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ഇന്ന് കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയകരനായ രണ്ട് വ്യക്തികളാണ്. ഒന്ന് സിനിമയിലുള്ള ഒരാളാണ്, മറ്റൊന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ് മച്ചാമാരെ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയകരനായ ലാൽ സാർ. നമസ്കാരം ലാൽ സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറ് ഭയങ്കര മൂഡിലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അടുത്ത ആളെ ക്ഷണിക്കാൻ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. നമസ്കാരം സാർ. അപ്പൊ നമ്മളൊരു പുതിയൊരു ഇന്റർവ്യൂ സെക്ഷൻ തുടങ്ങാണ് എംഫോടെക്കില്. സാറ് എന്റെ ചാനൽ കാണാറുണ്ടോ? എന്താ സാറേ? ലാൽ സാർ പറയുന്നു. പുള്ളി പറയാൻ ഉദ്ദേശിച്ചത് എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മച്ചാമാരെ. മഞ്ഞ വെള്ളമാണ്. നമുക്ക് ഈ മഞ്ഞ കളറ് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് മച്ച. അപ്പൊ എക്സ്പെരിമെന്റ് നമ്മൾ കൊടുക്കുകയാണ് മച്ചാമാരെ. താങ്ക് യു സാർ, താങ്ക് യു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പരിപാടിക്ക് എന്റെ മാത്രം വിളിക്കുന്നതാണ് ഇവ പറഞ്ഞത്. എന്നിട്ട് ഈ ആളെ വിളിച്ചോളൂ. ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ചെയ്തത് ശരിയല്ല. എനിക്ക് പോണോ. സൈനിങ് ഔട്ട്. ഓക്കേ, താങ്ക് യു.